ഹലോ, ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകാൻ ലാലുട്ടൻ്റെ പിറന്നാളല്ല. അപ്പോൾ അമ്പലത്തിൽ പോയി തോറ്റിട്ട് വരാമെന്ന് കരുതി. ഇവിടെ അടുത്ത് ശിവൻ്റെ അമ്പലമുണ്ട്. ശിവൻ്റെ അമ്പലത്തിലേക്കാണ് പോയത്. അമ്പലത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷം അവ അവിടെ ഓടി കളിക്കുകയാണ്. വരുന്ന വഴിക്ക് അമ്പലത്തിൽ കുറേ കണിക്കൊന്ന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു കൊല കണിക്കൊന്നയും പൊട്ടിച്ച് നടക്കുകയാണ്. അവൻ വരുന്ന വഴിക്ക് മുണ്ട് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നടക്കണതാണ് നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവന് പിന്നെ നടക്കാൻ വയ്യ. അവന് നടക്കാനേ പറ്റില്ല. പിന്നെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നടക്കണേ ഇല്ല. പിന്നെ വഴിയിൽ ഞങ്ങൾ രണ്ട് സൈഡിൽ നടക്കുന്ന വഴിയിൽ ചവറ് കൂട്ടിയിട്ട പോലെ അപ്പൂപ്പൻ താടി കൂടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് പറത്തി കളിക്കണവൻ. ജലദോഷം മാറി, പക്ഷേ സൗണ്ട് ഒരിക്കലും ശരിയായിട്ടില്ല. ഇപ്പോഴും എന്തൊരു കരകരപ്പ് പോലെ ഉണ്ട്. അതാണ് സൗണ്ടിലൊരു പ്രത്യേകത. ഹലോ, ബൈ. അമ്പലത്തിൽ പോയി വന്നു പറി. എന്നിട്ട് അമ്പലത്തിൽ നിന്ന് പാൽപ്പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൻ എടുത്തു കൊടുക്കുകയാണ്. അവന് പാൽപ്പായസം ഇഷ്ടമാണ്. പാൽപ്പായസം കഴിപ്പിച്ചത് നമ്മൾ തലേ ദിവസവും പിറന്നാളിൻ്റെ തലേ ദിവസം പോയിട്ട് കഴിപ്പിക്കുന്നതാണ് കേട്ടോ. പായസം കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. ചായയ്ക്ക് ഉപ്പുമാവും പഴമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ഇരിക്കണില്ല മടിയിലൊരു ഭാഗത്ത്. അപ്പം ഞാൻ അവനോട് ഏറെ ശക്തി ഉണ്ടെങ്കിലാണ് പഴം പൊളിക്കാൻ പറ്റും, ഒന്ന് പൊളിച്ചായ അമ്മയ്ക്കെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അവൻ വാരി കൊടുത്തപ്പോൾ ഒന്നും കഴിച്ചില്ല. പിന്നെ ഒറ്റയ്ക്ക് അവൻ ഇരുത്തി ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് പിന്നെ അവൻ ഒറ്റയ്ക്ക് വാരി തിന്ന്. പിന്നെ ഞാനും കുറച്ച് വാരി കൊടുത്ത് ലാസ്റ്റ് ആയപ്പോൾ. ഫസ്റ്റിലൊക്കെ അവൻ വാരി തിന്നു, പിന്നെ ലാസ്റ്റ് നമ്മൾ തന്നെ വാരി കൊടുക്കണം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു. സേമിയ പായസമായിട്ട് ഉണ്ടാക്കിയത്. എനിക്ക് സേമിയ പായസം മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഞാൻ സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. അത് വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ സൂപ്പറാന്ന് പറയുകയാണ് എൻ്റെ അടുത്ത്. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയ പായസമാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് പിന്നെ പൈനാപ്പിള്, അച്ചാറ്, കച്ചമ്പരം. ഇത് നമ്മുടെ ബിരിയാണി റൈസും ചിക്കനും വേറെ വേറെ മാറ്റിയിട്ടിരിക്കട്ടെ. അടിയിലല്ലേ ചിക്കൻ പീസ് ഉണ്ടാവുക. അപ്പോൾ ചിക്കൻ പീസ് വേറെ, റൈസ് വേറെ ആക്കിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ലാലുവിനാണ് ഫസ്റ്റിൽ ഫുഡ് കൊടുത്ത് അവൻ്റെ പിറന്നാളില്ല. അപ്പോൾ അവനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അവൻ കുറച്ച് കഴിച്ചിട്ട് പിന്നെ അവൻ എഴുന്നേറ്റ് പോയി. പിന്നെ മക്കളെ കൂടെ ഇരുന്നിട്ട് പിന്നെ കഴിക്കുക ചെയ്തത്. അവൻ ഒരു വാരി തിന്നപ്പോൾ തന്നെ അവൻ എരിയുന്ന പറഞ്ഞിട്ടിരുന്ന് ആടിക്കളിക്കും. അപ്പോഴേക്കും ഞാൻ അവനെ വെള്ളം എടുത്ത് കൊടുത്തു. അവൻ കുറച്ചേ കഴിച്ചു കേട്ടോ. കുറച്ച് കഴിച്ചിട്ട് പിന്നെ അവന് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൻ എഴുന്നേറ്റ് പോയി. പിന്നെ അവൻ കഴിച്ചില്ല. പിന്നെ അവരുടെ കൂടെ പോയി ഇരുന്ന് കഴിച്ചു. പിന്നെ അവരൊക്കെ രണ്ടാമത് ഇരുന്നപ്പോൾ അവൻ വീണ്ടും അവരൊപ്പം ഇരുന്ന് കഴിക്കുക ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും വാരി കൊടുത്തു. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഞാനും വാരി കൊടുത്തു അവനെ. അവൻ കുറച്ച് ഇങ്ങനെ വാരി തിന്നുള്ളൂ, അല്ലാണ്ട് ഫുള്ളും ഇങ്ങനെ ഇരുന്ന് തിന്നില്ല. അങ്ങനെ അവൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിരുന്നു. കുറച്ച് പേര് ഇവിടെ ഇരുന്നു, കുറച്ച് പേര് ഹാളിലിരുന്നു. പിന്നെ അവൻ വീണ്ടും ഇരുന്നിട്ട് അവൻ കുട്ടികളെ കൂടെ വീണ്ടും ഫുഡ് കഴിക്കായിരുന്നു. അവൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി അവൻ നിർത്തി വെച്ച്. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. പിന്നെ ലാസ്റ്റിലാണ് ഞാൻ കഴിച്ചത്. ഞാൻ ബിരിയാണി ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം എരിവ് ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം ഇരുന്ന് എല്ലാവരും ഇരുന്ന് വർത്താനം പറഞ്ഞ് അതിൻ്റെ ശേഷമാണ് നമ്മൾ കേക്ക് മുറിച്ച് കേട്ടോ. ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ്. കേക്ക് മുറിക്കണ വീഡിയോ അധികം ക്ലിയർ ഇല്ല. ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ തീരെ ക്ലിയർ ഉണ്ടായില്ല വീഡിയോ. അതുകൊണ്ട് എനിക്ക് വായ വെച്ചാടാന്ന് പറഞ്ഞിട്ട് വായ വെപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് അവനെ നിർത്തിയിട്ടൊന്ന് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞപ്പോൾ അവനെ നിൽക്കണില്ല. അവൻ നടന്ന് കളിക്കുകയാണ്. അവിടെ മക്കളൊക്കെ വന്നപ്പോൾ അവരിട്ടിരുന്ന് ഓടി കളിക്കാനുള്ള ധൃതിയിലാണ് അവൻ. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് അവനെ വാങ്ങിച്ച ഗിഫ്റ്റാട്ടോ. ഒരു സൈക്കിള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവനെ. 3 വയസ്സായപ്പോൾ അവനൊരു സൈക്കിൾ വാങ്ങിച്ചു. സൈക്കിൾ ചവിട്ടണില്ല, അവൻ ബാക്കിലേക്കാണ് ചവിട്ടുന്നത്. ഫ്രണ്ടിലേക്ക് ഒരു മുറുക്കുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് ചവിട്ടണില്ല, ബാക്കിലേക്ക് ഇത് ചവിട്ടി കളിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അവനങ്ങനെ സൈക്കിൾ ഓട്ടാൻ പഠിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവരൊക്കെ പോവാണ്. ഇതിൻ്റെ ചേച്ചി എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവർ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ സി യു പറയുന്നു ഞാൻ. പിന്നെ ഇവരും പോയി. അങ്ങനെ എല്ലാവരും പോയി. ഇതേട്ടൻ്റെ അനിയത്തിയും പിന്നെ മേമയുടെ മക്കളൊക്കെയാണ്, അവരും പോയി. അങ്ങനെ എല്ലാവരും പോയപ്പോൾ ഞങ്ങൾ വീട്ടിൽ വീണ്ടും ഒറ്റയ്ക്കായി. നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ആരെയും വിളിച്ചില്ല കേട്ടോ വീട്ടിൽ നിന്ന്. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പിന്നെ ചേച്ചിയും അനിയത്തിയും, പിന്നെ ഇവിടെ നിന്ന് ഏട്ടൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും പിന്നെ മേമയുടെ മക്കളും, അങ്ങനെ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരെയും വിളിച്ചിട്ട് ചെറിയൊരു സെലിബ്രേഷൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ലാലുവിന് കിട്ടിയ ഗിഫ്റ്റുകൾ നോക്കാം. അവന് ഞാൻ കൂടുതലും ടീഷർട്ടാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ എല്ലാവരും അവരെ ടീഷർട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ടീഷർട്ടും പാൻറ്റും ടീഷർട്ടും ട്രൗസറും. അപ്പോൾ എനിക്ക് അവനെ ടീഷർട്ടും ട്രൗസർ ഇട്ട് കൊടുക്കുന്ന കാണാനൊരു നടക്കണ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ എപ്പോഴും അവനെ ടീഷർട്ടും ട്രൗസറും ഇട്ട് കൊടുക്കാറ്. അപ്പോൾ എല്ലാവരും അവനെ ടീഷർട്ടും ട്രൗസറും ടീഷർട്ടും പാൻറ്റും ഒക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതിലിടയ്ക്ക് ഒരു സ്പൈഡർമാൻ ഉണ്ടായിരുന്നു.
അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നു. ലാലു പുറത്ത് നല്ല കളിയാണ്. പുറത്ത് അവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് കുട്ടികളുണ്ട്, അവരായിട്ട് ഇരുന്ന് കളിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.